സമീപ വർഷങ്ങളിൽ കോൺഗ്രസ് കൂടുതൽ ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിയായി മാറിയെന്ന് കോൺഗ്രസ് MP ശശി തരൂർ. BJPയുടെ ഭിന്നിപ്പ് രാഷ്ട്രീയം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും തരൂർ വ്യാഴാഴ്ച പറഞ്ഞു. തന്റെ പരാമർശങ്ങൾ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചല്ല, മറിച്ച് വിശ്വാസങ്ങളെയും പ്രത്യയശാസ്ത്രത്തെയും കുറിച്ചാണെന്നും അവിടെ ചില വിടവുകൾ നികത്തേണ്ടതുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു. BJPയുടെ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസും ഇടതു പാർട്ടികളും ഒന്നിക്കുന്നത് റാഡിക്കൽ സെൻട്രിസത്തിന്റെ പ്രായോഗിക രൂപമാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകവെയാണ് തരൂർ ഇങ്ങനെ സംസാരിച്ചത്. ഹൈദരാബാദിൽ റാഡിക്കൽ സെൻട്രിസം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. തന്ത്രപരമായ ക്രമീകരണങ്ങൾ കൂടുതലായി നടത്തിയിട്ടുണ്ട്. സത്യത്തിൽ ചില കാര്യങ്ങളിൽ അതിന്റെ ഒരു പ്രത്യാഘാതം എന്റെ പാർട്ടി പഴയതിനേക്കാൾ കൂടുതൽ ഒരുതരം ഇടതു പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നതാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്തെ പാർട്ടിയെ നോക്കുകയാണെങ്കിൽ അതിന്റെ സമീപനം കൂടുതൽ ബോധപൂർവം മധ്യ നിലപാടുള്ളതായിരുന്നുവെന്ന് വാദിക്കാം. മുൻ BJP സർക്കാരിന്റെ ചില നയങ്ങൾ അത് കടം കൊണ്ടിരിക്കുന്നുവെന്നും തരൂർ പറഞ്ഞു. അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ കീഴിൽ 1990കളുടെ തുടക്കത്തിൽ കോൺഗ്രസ് കൊണ്ടുവന്ന നയങ്ങൾ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിൽ വന്ന BJP പിന്തുടർന്നുവെന്ന് തരൂർ അനുസ്മരിച്ചു. 1991നും 2009നും ഇടയിൽ ഒരു മധ്യ നിലപാട് ഘടകമുണ്ടായിരുന്നുവെന്നും അതിനുശേഷം ഒരുപക്ഷെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയെന്ന് വാദിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തായിരുന്ന കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ കോൺഗ്രസ് പഴയതിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിയായി മാറിയതായും അത് തന്ത്രപരമായ ക്രമീകരണമാണോ, തന്ത്രശാസ്ത്രപരമായ ബോധ്യമാണോ, അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് സർക്കാർ എന്ത് ചെയ്യുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ഒരു ഭീകരാക്രമണം ശിക്ഷിക്കപ്പെടാതെ പോകരുതെന്നും തരൂർ പ്രതികരിച്ചു. കുറ്റവാളികളെ വേട്ടയാടി പിടിക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു.